grind. Yeah, I do this all the time. Yo, wake up in the morning, go get a state of mind. I done feel so many times, but I gotta keep trying. I ain't giving up, nigga, put it all on the line. Yo. Hello guys, അപ്പോൾ ഇതൊരു സ്റ്റഡി ടേബിൾ ടൂർ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഹോം ടൂർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ജീവന്റെ ഒരു ഘടകമായ സ്റ്റഡി ടേബിളിനെയാണ് ഇന്ന് ഫുൾ വിശകലനം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിളിലെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്കും ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ കൂടെ വരും. ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ആണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലെയറിലെ ഫസ്റ്റ് സംഭവം പക്ഷെ ഇതെന്ന് പറയുമ്പോൾ മിഠായി, കമ്പ് മിഠായി 35 എണ്ണം ഉണ്ട്. അതിപ്പോൾ 10 എണ്ണം കൊണ്ടേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വാച്ച് നമ്മൾ അന്ന് കോഴിക്കോട് പോയപ്പോൾ വാങ്ങിച്ച വാച്ച്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ എൻ്റെ ചെറിയൊരു ഇത് നിന്റേതല്ല, എൻ്റെതായിരുന്നു. എൻ്റെ ഒന്ന് അടിച്ചു മാറ്റി നീ വെച്ചേക്കുന്നു. യെസ്. അടുത്തതെന്ന് പറയുമ്പോൾ എനിക്ക് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെൻസിൽ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഓരോ ഷെയ്ഡായിട്ട്. ഏറ്റവും കൂടുതൽ എടുക്കുന്ന പെൻസിൽ ഇതാണ്, അതുകൊണ്ടാണ് അത്രയും ഷെയ്ഡ്. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒറിജിനാലിറ്റി ഒക്കെ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. കൊള്ളാം, ഇഷ്ടപ്പെടും. പിന്നെ ഇതാണ് എൻ്റെ ബോക്സ് കളക്ഷൻ. എൻ്റെ ഈ 2 ബോക്സിൻ്റെ അകത്തൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ അകത്തുണ്ട്. ഒരു പെൻസിലുണ്ട്, ഒരു കട്ടർ. ഇതിൻ്റെ അകത്ത് ഒരു പെൻസിലും ഉണ്ട്, ഒരു കട്ടറും ഉണ്ട്. ബാക്കി ഒരു റബ്ബറും പിന്നെ ഒരു മഷിയില്ലാത്ത പേനയും. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് പുതിയത് അല്ല ഇത് പഴയത്. ഏറ്റവും കൂടുതൽ പഴയതെന്ന് തോന്നിക്കുന്ന ഇതാണ്. പക്ഷെ ഇത് ഞാൻ 5-ലായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത്. ഇത് ഞാൻ കൊറേ ഒക്കെ അടിച്ച് പൊട്ടിച്ച് കളിച്ച്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ അടിക്കുന്ന സ്പ്രേ. ഇത് നീ അടിക്കുന്ന സ്പ്രേ. എൻ്റെ അടിച്ചു മാറ്റിയ സ്പ്രേ എല്ലാം ഇതിനകത്തുണ്ട്. ഇന്ന് ഇതിനകത്തുനിന്ന് ഇതെല്ലാം ഞാൻ പൊക്കും. എന്റെ അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ എന്റെ സ്പ്രേ ഉണ്ട് കുറെ. അത് ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോ ഞാൻ 2-ലൊക്കെ യൂസ് ചെയ്യുന്ന ബോക്സ്. ഇതിന്റെ അകത്തൊരു കട്ടറുണ്ട്. പണ്ട് ഞാൻ വെച്ചിരുന്ന ബോക്സ്. പിന്നെ ബാക്ക് സൈഡ് എനിക്ക് ഈ ബോക്സ് ആണ് ഇഷ്ടം. പിന്നെ നിന്റെ ഒരു വേറൊരു ബോക്സ് ഉണ്ടായിരുന്നല്ലോ, ട്രെയിൻ പോലത്തെ. 2 ഉണ്ടായിരുന്നു ട്രെയിൻ കണക്കത്തെ. അത് ഇവിടെ ഉണ്ട്, പക്ഷേ കാണുന്നില്ല. ബാക്ക് സൈഡ് ഇത് തുറക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. നല്ല മാഗ്നറ്റിക് പവർ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കളിക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ നീ അടിച്ചു പൊട്ടിച്ചില്ലേ. അടുത്തത് എൻ്റെ അടിച്ചു മാറ്റിയ സ്കൂട്ടർ ബുള്ളറ്റിൻ ക്ലോക്ക് അല്ല ബുള്ളറ്റിൻ കോഡ്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ ബബിൾ ഗൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ അത് യൂസ് ചെയ്യാറില്ല. അന്ന് നീ അടികൂടി വാങ്ങിയിട്ടല്ലേ. ഏത് സാധനമായാലും ഒരെണ്ണം അടികൂടി വാങ്ങിക്കും, ഒരു പ്രാവശ്യം ഉപയോഗിക്കും, കളയും. അടുത്തതെന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ ഇതെന്തിനാണ് ഈ കറണ്ട് പോകുമ്പോൾ ഉപയോഗിക്കാനായിട്ട്. ഇത് ചാർജ് ഇല്ല. പിന്നെന്ന് പറയുമ്പോൾ ഇത് മറ്റേ നമ്മളെ ഈ പെൻസിൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ്. ഇതിന്റെ ഇപ്പുറത്തും അപ്പുറത്തും 2 ഇത് വെച്ചേക്കുന്നത്. കണ്ട 2000 years later. One eternity later. വേണ്ടിയുള്ള സംഭവമാണ് ഇത്. പിന്നെ ഇത് ഫുള്ളും എന്റെ സാധനങ്ങളാണ് അല്ലേ. നീ എന്റെ അടിച്ചു മാറ്റിയതല്ലേടാ ഇതെല്ലാം. ഇതൊക്കെ കിൻഡർ ജോയുടെ കിട്ടിയ. പിന്നെ ഇത് ജിത്തുവിന്റെ ഫോട്ടോ അന്ന് ഞാൻ കാണിച്ചായിരുന്നു. ഇനി നമുക്ക് സ്വന്തം നമ്മുടെ വീടിന്റെ അടിത്തറയല്ല ഹാളായ നമ്മുടെ സ്വന്തം ഇതങ്ങോട്ട് നമുക്കങ്ങ് തുറക്കാം. ഇതിന്റെ അകത്താണ് എന്റെ കുറച്ച് എന്നെ ഇതിനകത്തൊന്നും അടുപ്പിക്കൂല. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത് എന്തിനാണെന്ന് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഈച്ചകൾ വരും. ഈച്ചേനെ വെടി വെക്കാനാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ചോദിച്ചു നോക്കി, ഇന്നൊരു 8 ഈച്ചേനെങ്കിൽ ഞാൻ കൊന്നു കാണും. രാവിലെ ഇറങ്ങും ഈ തോക്കുമായിട്ട് ഈച്ചയെ കൊല്ലാൻ. ഈ പോയിന്റിൽ വെച്ചിട്ട് ഞാൻ വെടി വെക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നല്ല പവർ ഉണ്ട്, അതുകൊണ്ട് ഈച്ചയ്ക്ക് ഓടാൻ പറ്റില്ല. എന്തായാലും ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ ഒരു 10-25 ഈച്ചയെ കൊന്നിട്ടേക്കുന്നു. എന്നിട്ട് ഒരെണ്ണത്തിന്റെ രക്തമൊക്കെ വെളി വന്നില്ലേ.
എന്നെ വഴക്ക് പറഞ്ഞമ്മ. പിന്നെ ഇതെന്ന് പറയുമ്പോ നമ്മുടെ ചെറിയ ചാർട്ടില്ലേ, മിനി ചാർട്ട്, അതുപോലത്തെ സംഭവം. ഇത് നമ്മള് ലുലു തന്നെ വാങ്ങിച്ചാ? അല്ല, ഇത് എവിടെന്നാ വാങ്ങിച്ചത്? ബിഗ് ബസാർ. ഓർമ്മയില്ല. ഇതെന്റെ മഷിക്കുപ്പി. നിനക്ക് എന്തിനാണ് മഷിക്കുപ്പി? എനിക്ക് യൂറോപ്യൻ ഉണ്ട്, അത് ഇവിടെ ഇവിടെ കിടക്കുന്നു. പിന്നെ ഇത് ഒരു സമയത്ത് നിനക്കൊരു ഇതുണ്ടായിരുന്നല്ലോ, കുറെ പേന കളക്ഷൻ, അതൊക്കെ എന്ത് ചെയ്ത്? ഇതിന് ബാറ്ററി ഇതുവരെ ഇട്ടില്ലല്ലോ. ടെട്രിസ്. ഇത് നമ്മളിപ്പോ വാങ്ങിച്ചത് പണ്ടത്തെ വലിയൊരു ഗെയിം ആയിരുന്നു ടെട്രിസ്. നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും ഹാർഡ് ഗെയിമാണിത്. ഇനി എന്റെ പണ്ടത്തെ ഡയറികളല്ലേ അത്. ഞാൻ ഓരോന്ന് വാങ്ങും, അത് ഇവൻ നോക്കിക്കാണ് എന്റെ ഡയറികള്. എനിക്ക് വേണ്ടി വാങ്ങിച്ച ഡയറിയെ, ഇത് എന്റെ അത് നിന്റെ ഡയറി. ഡയറി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡയറി. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഡയറി എഴുതൂല, ഇതിൽ നീ വരച്ചു വെച്ചേക്കുന്ന കാണിച്ചോ. പെട്ടെന്ന് മാറ്റും. ഈ രണ്ടെണ്ണേ ഞാൻ ഇപ്പൊ വരച്ചിട്ടുള്ളൂ. അടിപൊളി, കൊള്ളാം. നിനക്ക് എന്നെ പോലെ കഴിവുണ്ട്. അയ്യോ അയ്യോ, ഭയങ്കര കഴിവ് കേട്ടാ. എന്റെ കഴിവിന്റെ പണ്ടുമ്മ ഇംഗ്ലീഷ് എഴുതി പഠിച്ചതാ ഇതിലാണ്. അതിനെ ബാക്കി അത് ഞാൻ വരച്ചത്. എങ്ങനെയുണ്ട്? ഇത് ഞാൻ വരച്ചത്. അയ്യോ, ഇത് ഞാൻ വരച്ചത് അല്ലടാ, ഞാൻ വരച്ചത്. ഇതാണ് നീ വരച്ചത്. പോണേ. അടുത്തത് പിന്നെ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കണം. അമ്മ കൊറേ ഒക്കെ പോയിട്ട് എന്നിട്ട് ABCD ഒക്കെ 10,000 രൂപ ഇതൊക്കെ വാങ്ങിച്ചു ചെയ്യണം. അതെന്തോന്ന് അതിന്റെ ഇടയിൽ എടുത്തു വെച്ചേക്കുന്ന സ്പീക്കറാ? ഈ പഠിക്കുന്ന നിനക്ക് സ്പീക്കറൊക്കെ എന്തിനാണ്? സ്പീക്കർ, സൗണ്ട് ബാർ. ഇവൻ മറ്റേ യൂട്യൂബ് ക്ലാസ് ഇട്ട് കാണുമ്പോ ഇതിട്ട് കേക്കും അല്ലേ? പിന്നെ ഇത് ITയുടെ ടെക്സ്റ്റ് ആയിരുന്നു. ക്ലാസ്സിൽ ITയുടെ ടെക്സ്റ്റ് ഞാൻ കൊണ്ടുപോയില്ല. ഇത് മറ്റേ നമ്മുടെ ടാബ് ഹോൾഡർ. ടാബ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സിനിമയൊക്കെ കാണാം. അത് എങ്ങനെ വെച്ചിട്ട് അത് പക്ഷെ ഉപയോഗിച്ചില്ലല്ലേ പുതിയത്. ഇത് ഞാൻ ഇവന് കൊടുത്ത ഡയറിയാണ്. എനിക്ക് ഇതിന്റെ പേപ്പർ ഭയങ്കര ഹാർഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുറന്നു. ഇത് ഉമ്മ കുറച്ച് എഴുതിയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എനിക്ക് പടം വരയ്ക്കാൻ ഇനി ഇത് കഴിയുമ്പോൾ ഞാൻ എഴുതെടുക്കും. ഇതിന് മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ച ഓർമ്മ ഉണ്ട് അന്ന് കേരളീയത്തിന് പോയപ്പോഴും. കേരളീയത്തിന് വാങ്ങിച്ച കോഴിയുടെ മുട്ട. ഇനി അതെന്തോന്ന്? അത് എന്റെ സ്പ്രേ അല്ലേ? ഏത്? എന്റെ സ്വഭാവം മാറും. എട് നോക്കട്ടെ. സ്കൂളിൽ പോകുന്ന നിനക്ക് സ്പ്രേ എന്തിന്? ചിരിക്കുകയാണോ കരയുകയാണോ? ഇനി ഓരോന്ന് ഇവിടെ നിന്ന് എനിക്ക് എടുക്കാറുണ്ട്. ഇതൊക്കെ എന്തോന്ന്? സ്പ്രേ പോലുമില്ല. ജെന്റിൽമാന്റെ സ്പ്രേ. അതെ, ആണുങ്ങളായിരുന്നു. പക്ഷെ ഉമ്മ എടുത്ത് ആണുങ്ങളെടുത്ത് അടിക്കും. പിന്നെ ഇത് സ്പ്രേ, അംബ്രല. ഇത് സ്പീക്കർ അല്ല, സ്പീക്കർ എന്ന് സോറി, ഹെഡ്ഫോൺ. പിന്നെ ഇത് മറ്റേ ഗെയിം. ഈ ഉണ്ടുണ്ട്, ഈ ഉണ്ടൊക്കെ ഇതിന്റെ അകത്ത്. ഇതൊക്കെ ഇതിനകത്ത് വെച്ചേക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ പഠിക്കാൻ നേരത്തെ ഇതൊക്കെ കളിക്കും. മനസ്സിലായി, മാർക്ക് വന്നപ്പോ എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് എയർപോഡ്. ഇതൊക്കെ ഇതിനകത്ത് എന്തിനു മോനെ? ഫോൺ. വെരി ഗുഡ്, നല്ലത്. ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മ ഞാൻ ഗെയിം ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ് ഉമ്മ കാണാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇത് ഒരു പാക്കറ്റ് പെന്ന്. ഇത് ഞാൻ ഇടയ്ക്ക് നമ്മൾ അന്ന് അവിടെ നിന്ന് വാങ്ങിയല്ലേ. പിന്നെ പെൻസിൽ. എന്തോന്ന്? പോക്കറ്റ് സ്പ്രേയാ? നീ ഇന്ന് മൊത്തത്തിൽ സ്പ്രേയിൽ കുളിയാണല്ലോ. ചുമ്മല്ല, നീ സ്കൂളിൽ പോയി ഇറങ്ങുമ്പോ ഭയങ്കര മണം. നല്ല മണം. അതേ മണപ്പിച്ച് ചോദിക്കാം. അടിപൊളി അടിപൊളി. ഇതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ തട്ടിൽ ഇത്രയൊക്കെ ഉള്ളു, ബാക്കിയുള്ളതൊക്കെ എന്റെ ബുക്സ്. ഇനി നമുക്ക് നേരെ താഴോട്ട് പോയാൽ ഞാൻ കൊച്ചിലെ കളിച്ചിരുന്ന JCB എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സാധാ പേപ്പർ. പിന്നെ ഇതാണ്. നീ വിളിച്ചോ? വല്ലോ വന്നാ? വിളിച്ചാ? കളിച്ചില്ല, അജോലൊക്കെ വരുമ്പോ കളിക്കാം.
വരുമ്പോ എന്നെ ഇവിടെ വിളിക്കണേ, എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. 3 പ്രാവശ്യം വിളിച്ചാ വരും. 3 പ്രാവശ്യം വിളിച്ചാ വരും, സത്യമായിട്ട് വരും. വിളിക്കല്ലേ, ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി ഓടും. വിളിക്കരുതെന്നാണ് പറഞ്ഞത്. ശില്പേന്നായിരിക്കും എഴുതാൻ പോകുന്നത്. എനിക്ക് മനസ്സിലായി. സൽമാൻ ഖാൻ. സോളന്ന് നമ്മളെ യോജനബോർഡ് ഇവിടെ ഉണ്ട്. പിന്നെ എന്താ പെട്ടി, ആക്രിക്കട, ടേപ്പ്, ഡയറി, അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് സ്കൂളിലത്തേക്ക് വേണ്ടി, അതായത് എനിക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ. പിന്നെ ഇത് ചുമ്മാ ഒരു ബുക്ക് ഇരിക്കട്ടെന്ന്. പിന്നെ ഇതിൻ്റെ അകത്താണ് എൻ്റെ ആക്രി. ഞാൻ സ്റ്റഡി ടേബിൾ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ആക്കി കളയും. ഞാൻ അങ്ങനെ ചെയ്യും. സ്റ്റാപ്ലർ, ഗമ്മ്, ഇതൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങളാണ് അല്ലേടാ. എനിക്കൊന്നും നീ സ്കൂളിൽ പഠിച്ച സമയം ഇപ്പൊ ഒന്നും കളയത്തില്ല, എല്ലാം സൂക്ഷിച്ചൊക്കെ വെക്കും. സ്കൂളിൽ പഠിച്ച ടൈം തൊട്ടുള്ളതുണ്ട്. പിന്നെ ഇതിനകത്തൊന്നുമില്ല ചാർട്ട്. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല അല്ലേടാ. ബുക്കുകൾ, പിന്നെ തൊട്ടടുത്ത് ഡ്രോയിങ് ബുക്ക്. ഇത് ഇത്രയും ഡ്രോയിങ് ബുക്കാണ്. ഇത് ഫുള്ള് ഡ്രോയിങ് ബുക്കാണ്. ഇത് ഫുള്ള് ഡ്രോയിങ് ബുക്കാണ്. ഇതെടുത്താണ്. പിന്നെ ഇത് ഫുള്ള് ഡിക്ഷണറി. ഇത് അത് പണ്ടത്തെ എന്റെ കലാവിരുത്. ഇത് ഒന്നില് അല്ലേ, LKG-ലായിപ്പോ ഉള്ളതല്ലേ. നന്നായിട്ട് വരച്ചിട്ടുണ്ട്. എന്റെ അതേ ബുദ്ധി തന്നെ നിനക്ക് കിട്ടിയിരിക്കുന്നു. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതില് തന്നെ. അടുത്ത സ്പീഡിന് വരച്ചോ. അടിപൊളി. ഫുള്ള് നോക്ക്. ഇനി നോക്കട്ടെ. നീ പിന്നെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലേ? അതാണ്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴയ ഒരു ഇതുണ്ടായിരുന്നേ. അതാണ്ട് ലൈറ്റ്. പിന്നെ ലാസ്റ്റ് ഇതേ എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ എന്റെ അതേ ബുദ്ധിയാണ് നിനക്ക്. പിന്നെ ഉണ്ട്, പക്ഷെ നീ ഇതൊന്നും ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. നോക്കിയാണ് ഇത് മാത്രം കളർ ബുക്ക് ഇരിക്കുന്നൊന്ന്. ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്തൂടെ? ഇതൊക്കെ ഉപയോഗിക്കുന്ന കൊച്ചുങ്ങളുണ്ട്. വേണ്ട, ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇത് നമുക്കേ ഇപ്പോഴാണ് കാണുന്നത് തന്നെ. ഞാനും സത്യം പറഞ്ഞ ഇപ്പോഴാണ് ഇത്ര നാള്. ഡോറ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്തുള്ളത്. അത് വെളിയിൽ വെക്കേ, എങ്ങനെ പിള്ളേർക്ക് കൊടുക്കാം. പിന്നെ ഇത് സ്കൂളില് എനിക്ക് അതൊന്നും അല്ല കാണേണ്ടത്, എനിക്ക് അതാണ് കാണേണ്ടത്. ഓപ്പൺ ദ ഡോർ. ഇത് വേറെ എയർപോർട്ടിന്റെ. ഈ എയർപോർട്ട് എവിടെ ഉണ്ട്? ഇവിടെ എവിടെ ഉണ്ട്. തുറ. പിന്നെ ഇത് നോക്കിയാണ്. ഇത് നമുക്ക് ഇവിടെ തൽക്കാലത്തേക്ക് ഇത് ഇവിടെ വെക്കാം. ടേപ്പ് ഇവിടെ ഓപ്പൺ. പിന്നെ ഇത് ഇവിടെ. പിന്നെ നമുക്ക് വെച്ചാണെങ്കിൽ അടി കറണ്ട് പോയിരുന്നു. ഇനി ഒരു ലെയറും ഇല്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളു. നമ്മുടെ വീഡിയോ ഇത്ര അല്ല, അതിനകത്ത് തുറന്നാണ് ലോക്കായിരിക്കുന്നു. തുറക്കടോ. ഇതാണ് നിന്റെ ആക്രി ഇല്ലേടാ ഇതൊക്കെ. പൊട്ടിയ ഫോൺ, പിന്നെ
കൊറേ മുട്ടായി, ഒരു സ്പ്രേ. ഹലോ എടാ, കൊള്ളാടാ എന്തായാലും കേട്ടോ. എന്റെ പഴയ ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ നീ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ ടൂർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടിച്ച് മാറ്റി എൻ്റെ ഒരു കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എടുക്കണം. സത്യം പറ, എവിടെ ഉടുപ്പിനകത്ത് ഞാൻ എടുത്ത് വെച്ച അതൊക്കെ ഇത് കട്ടിലിൻ്റെ അടി വെച്ച എവിടെ വെച്ചെന്ന് പറ. പിന്നെ ചാർജർ വെച്ചത്. പിന്നെ ഇതാ ഇവിടെ നമ്മൾ അതിന്റെ ഫുള്ളുണ്ട്. ഇനി ഈ പാവ, പിന്നെ ഇത് ഇതാണ്ടേ ഈ തോക്ക്. എന്തൊന്ന് പൗഡർ, നിനക്കെന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട് കേട്ടോ. ചുമ്മാലല്ലേ പൗഡർ കാണാത്തത്. എന്താ ഒരു കൊച്ചു ചെറുക്കൻ, ഒരു സ്കൂളിൽ പഠിക്കുന്ന ചെറുക്കൻ്റെ സാധനങ്ങളാണ്. സ്പ്രേ, മുട്ടായി, ബുള്ളറ്റ്. തങ്കു, മിങ്കു, പുങ്കു, ചിക്കു, പക്കി, കുക്കു, കിട്ടി, ഗുണശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ, സൽമാൻ. അയ്യോ ഇത് വാലുള്ള കുതിര. ഈ കുതിരക്ക് വാലുണ്ട്. പിന്നെ കുതിരക്ക് വാലില്ലേ? കുതിരക്ക് വാലില്ലേ? ഉണ്ടല്ല, കഴുതയ്ക്കില്ലേ? ഉമ്മാക്കില്ല വാല്. കഴുതയ്ക്ക് കൊമ്പാണ് ഇല്ലാത്തത്, കുതിരയ്ക്ക് വാലൊക്കെ ഉണ്ട്. വേണ്ട, ഇത് രണ്ടും ഇരട്ടാളാണ്, ഇവനും ഇവനും അല്ലേ തന്നെ. ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നില്ലേ? ഇത് നിനക്ക് ഇപ്പൊ ബർത്ത്ഡേക്ക് കിട്ടിയല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. അട്ടക്കാലൻ എന്നാണ് അട്ടക്കാലൻ, കാലട്ടാണ്. പിന്നെ എന്തിനാണ് കൊച്ചിലേക്ക് ഞാൻ ഇത് വാങ്ങിച്ചപ്പോ തന്നെ എന്നെ എത്രയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനെന്തോ ആണെന്നോ ചെയ്യണേ. അപ്പൊ ഇതിനെ ഞാൻ അട്ടക്കാലൻ എന്നാണ് പേരിട്ട. അട്ടക്കാലൻ കാരണം കാല് അട്ടണക്കാണ് ഇരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോ ചൂച്ചി ചിക്കിക്കുട്ടൻ, ഇരിക്കി മിക്കി, വാലുള്ള കുതിര ഇരിക്കുന്ന പടം. പിന്നെ ഇത് കഴുത്ത് കീറിയ സാത്താൻ. ഇപ്പോഴത്തെ വേറെ ആയിരിക്കും ഇതൊക്കെ. അല്ല ഇപ്പോഴല്ല. പിന്നെ ഇത് വിജീറ്റ, പിന്നെ ഇത് ഗോഗു, പിന്നെ ഇതാണ് മക്കളൊക്കെ അറിയാം. ഇതാണ് എന്റെ വാവ. ഇത് എനിക്ക് കിട്ടിയപ്പോഴേ എന്റെ ഇവിടം വരെ ഉണ്ട്. ഇതെനിക്ക് കിട്ടിയപ്പോ മിക്സർ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനെ ഇങ്ങനെ എടുത്തോണ്ട് പോവായിരുന്നു ഇങ്ങനെ. അപ്പൊ പണ്ടൊക്കെ എന്തിനാ അറിയാം, എടുത്തിട്ട് ഓട്ടിച്ചടിക്കും ഇതിനടിക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിനെ ഉമ്മയൊക്കെ കണ്ടിട്ട് മര്യാദക്കെല്ലാം തിരിച്ചടുക്കും. വിളച്ചിലെടുക്കല്ല് കേട്ടോ. എന്തൊന്ന് കീറിപ്പോയാ പാവം. ഏത് സ്ഥലം കീറിയത്? പിന്നെ ഇത് എന്റെ സ്നാക്സ് ആണ്. സ്നാക്സ് ഐറ്റംസ്. ലേസ്, വേഫർ, പിന്നെ ഇത് ഓറിയോടെ ബിസ്ക്കറ്റ്. ഇത് ഫസ്റ്റ് ഒരു പാക്കറ്റ് ഞാൻ കഴിച്ച് കഴിഞ്ഞു സത്യം പറഞ്ഞത്. പിന്നെ ഇത് ഞാൻ ലുലുന്നാണ് വാങ്ങിച്ചത്. ഇത് ക്ലാസിക് ബൈറ്റ്സ്, എന്നാ ഇത് പിടി. പിന്നെ ഇത് ഡാർക്ക് ഫാന്റസി, ഷാറുഖ് ഖാന്റെ. ശരി, ചെറുക്കൻ ഡാർക്ക് ഫാന്റസി ആണ് കഴിക്കുന്നത്. അത് ലുക്കിന്റെ രഹസ്യതാണ്. ഇതെന്ന് പറയുമ്പോൾ പുതിയതാണ്. ഞാൻ കുറെയൊക്കെ കടിച്ച് പൊട്ടിച്ച് അവിടെ കീറി ഇട്ടിട്ടുണ്ട്. ഉമ്മ അതിനാണ് എന്നെ ഇന്നലെ വഴക്ക് പറഞ്ഞത്.
കാണിക്കുകയാണ്. ചുക്കി ഉച്ച്. അപ്പം ഇതിൻ്റെ അകത്ത് ഇത്രയൊക്കെയായിരുന്നു ഉള്ളത്. പിന്നെ എൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ചു. പിന്നെ ഇത് ചെസ് പറഞ്ഞിട്ടുണ്ട്. ചെസ് തുറന്ന് ഓപ്പൺ ആക്കിയാണ്. ഇതിനകത്ത് 2 സംഭവങ്ങളുണ്ട്. ഡൊമിനോസും ഉണ്ട്, ചെസ്സും ഉണ്ട്. ഈ ഡൊമിനോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചീട്ടിന് പകരം കളിക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ള സംഭവങ്ങൾ അപ്പോൾ ഞാൻ ഫോണിൽ പോയി ഗെയിം കളിച്ചിട്ട് വരാം. അപ്പോൾ എൻ്റെ ഈ കൊച്ചു സ്റ്റഡി ടേബിൾ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അത്യാവശ്യം നല്ല വൃത്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ വിശ്വാസം. പിന്നെ പറഞ്ഞു ഭയങ്കര തగ్గടിക്കും. ഞാൻ ചട്ടി ഉണ്ടായിരുന്ന ഒരു ഏറിയാൻ തന്നെ കേട്ടല്ലേ. അപ്പം ഇതിനെക്കാട്ടിലും വൃത്തിയിൽ നിങ്ങൾ സ്റ്റഡി ടേബിൾ വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റഡി ടേബിൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ